ഫസ്റ്റ് ഓഫ് ഓൾ താടിയും പൊട്ടും എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാ പേജ് താടിയും പൊട്ടും ID താടിയും പൊട്ടും ഒഫീഷ്യലാണ്. സെക്കൻഡ് ചാനലിൽ താടിയും പൊട്ടും ടോക്സ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഓണമായി ബന്ധപ്പെട്ടതൊക്കെ ഉത്രാടത്തിന് മുതലുള്ള ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി. അപ്പോൾ കുറെ സെലിബ്രിറ്റീസ് നമുക്ക് ലൈക്കും കമന്റും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഹാപ്പി ഓണം. അതെ, നമ്മുടെ ഓണപ്പൂക്കളമാണ് ഗേൾസ് പുലർച്ചയ്ക്ക് അപ്പനും മോനും കൂടി ഇരുന്ന് ഇട്ടതാണ്. പിന്നെന്താ പറയാ, 2 കളറേ ഉള്ളൂ. നമ്മള് അത്തപ്പൂക്കളം കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ അത്തമുളക് കാണാം. കാലത്തെ വെയിലടിക്കുമ്പോഴേക്കും ഒന്ന് നല്ല വെയിലോ നമുക്ക് ഇവിടേക്ക്. കണ്ണ് കണ്ടോ അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഞങ്ങളെ വിശേഷങ്ങളെല്ലാം വഴി വഴി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ താടിമുട്ടിന്റെ കൂടെ ഓണം ആഘോഷിക്കാൻ ആഗ്രഹമുള്ളവര് പോന്നോളി. കുട്ടന്റെ ഇവിടെ ഓണപ്പൂക്കളത്തിന്റെ അവിടെ നോക്കിച്ചാണ് ശുന്തിരി പെണ്ണായിട്ട് ഓണച്ചിമ്പൻ സുഞ്ചിരിയാണ്. അവനോട് പറഞ്ഞ അവൻ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കില്ല. ടിംബീശ കുറ്റുബായ് ടീച്ചാണ് ചിമ്പു കുറ്റുബായി. ചിമ്പ ഓണായ ചിമ്പ പക്ഷെ ഇന്ന് മാമുണ്ടുമ്പോൾ സാമ്പാറ് അവില് എലയില് മാമുണ്ടും ചിമ്പു കുമ്മണൊക്കെ അരികിൽ കൂട്ടിട്ട് ചീമ്പു. ഓണം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങള് ഇത് അറിയണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ച അവസാനിച്ചതാണ്. പഴം പുഴുങ്ങിയത് നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കായ വറുത്തതുണ്ട്, ഇത് ശർക്കര വരട്ടി, പൂവമ്പഴം, ചായ ഉണ്ട്. ഇതാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഓണസദ്യയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. പായസം കൂടിയാണ് ഉണ്ടാക്കണ്ടേ. ബാക്കി അല്ലാതെ ഇവിടെ റെഡിയാണ് ഗൈസ്. എല്ലാ സാധനങ്ങളും സെറ്റാക്കിണ്ട്. എല്ലാം തുറന്നു കാണിക്കുന്നു. കേബേജ്, അതിന്റെ അടിയിൽ സാമ്പാറുണ്ട്. ഇവിടെ സാമ്പാറ്, അപ്പുറത്ത് കാളൻ. അയ്യോ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോവോ? കാളൻ ഇന്ന് കാലത്ത് കഴിച്ചത് പോയി. ഇത് അവിയല്, ഓലൻ, ബീട്രൂട്ട് പച്ചടി, പായസം, പുളിഞ്ചി, അച്ചാറ്. അതെ, എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട് നമ്മുടെ. അതെ, പായസം നമ്മുടെ ഓണസദ്യക്കുള്ള നമ്മുടെ ചിഞ്ചു അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് തന്നിട്ടുള്ള ഇല. അപ്പൊ അതെ, 5 ഇല തന്നിട്ടുണ്ട്. സിംബുവിനടക്കമുള്ള ഉണ്ട്. നമ്മുടെ ആദിശോടി ഇരിക്കുന്നുണ്ട്. പൊന്നപ്പൻ സാധനങ്ങളൊക്കെ ഒതുക്കി നമ്മുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോ എന്താണ് ചെയ്യണം, പായസം ഉണ്ടാക്കാണ് ഗൈസ്. അപ്പയുടെ മാസ്റ്റർ പീസ് സാധനം. ഈ പാലിന് കാരണം എന്താ അറിയോ, നമ്മൾ ഈ പാല് പാക്കറ്റിൽ വാങ്ങിച്ചു. അത് നമുക്ക് ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആരാന്നറിയോ? ആരത്? വർഗീസ് കുര്യൻ, മുരളിയുടെ ഓണറല്ല, ധവള വിപ്ലവത്തിന്റെ പിതാവ്. തവളല്ല, പാമ്പ്. ധവള വിപ്ലവം, വൈറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ മിൽക്ക് റെവല്യൂഷൻ പൊളിറ്റിക്സിൽ എക്സാമിനുണ്ടായിരുന്നു. ഓണത്തിന് കിട്ടിയില്ലേ? പിന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് പൊളിറ്റിക്സ് പരീക്ഷ ഉണ്ടായിരുന്നു. അയ്യോ പാമ്പി
എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. ഇത് ഞാൻ അടിച്ചു കൊല്ലറ പതിവ്. സുപ്പുണ് വന്നിട്ടുണ്ട്. അതി ഹായ് ഹായ് എല്ലാവർക്കും ഓണം ആശംസകൾ. അവിടെ നിന്നിട്ട് അവിടെ ഒരാൾ മരിക്കുന്നുണ്ട്. ഓണം ആശംസകൾ. ആശംസകൾ. മാവേലി മാവേലി കമ്മിങ്. മാവേലി ചിക്ക. അത് മാസം സാധനം ഞാൻ അവിടെ എന്താ പരിപാടി നോക്കട്ടെ. കുഞ്ഞോളെ ഞങ്ങളുടെ കുഞ്ഞോളെ കുഞ്ഞോളെ ഹാപ്പിയാണോ പറയും. അവരെവിടെയാ? അവിടെ പേപ്പം പാൽപ്പായസം വെക്കാന്ന്. പാൽപ്പായസം വെക്കുന്നു. ഇവിടെ അപ്പ അങ്കിള് പാലട വെക്കുന്നു. അവിടെ ബാക്കി സദ്യ ഉണ്ടാക്കണം മേമ. ഇവിടെ ആന്റി സദ്യ ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മു സന്ധ്യ ക്യാമറ അവരുടെ അടുത്തേക്ക് ചെലുത്ത്. നഴ്സ് അവിടെ നഴ്സ്. നിജുട്ടിയാണ്. നിജുട്ടി എന്റെ സിസ്റ്ററാണ്. എന്റെ സിസ്റ്റർ നിജുട്ടിയല്ല, എന്റെ സിസ്റ്റർ. ഇത് ഞങ്ങളുടെ അമ്മുച്ചേ. മൈ ഗേൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്റെ നിജുട്ടി ഹാപ്പി ഓണം. എന്താ ഉണ്ടാക്കുന്നേ? നിജമിസ് എന്താ ഉണ്ടാക്കുന്നേ? നിജമിസ് എന്താ അങ്ങനെ നമ്മളെ വിച്ചപ്പന്റെ പായസം ഇവിടെ റെഡി. മറ്റെല്ലാ ഐറ്റംസും റെഡിയാണ്. കഴിഞ്ഞ് ഇലയിട്ട് സദ്യ വിളമ്പി കഴിക്കേ വേണ്ടു. എല്ലാവരും ഓഫ് ചെയ്തു. ഇനി നേരെ സദ്യ തുടങ്ങി കഴിഞ്ഞാലേ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ സെയിം ഫോൺ കിട്ടൂല. അവര് പിന്നെ കിട്ടിയാൽ തന്നെ അവര് 2000 രൂപ ഈ റേഞ്ചിലേക്ക് തന്നെ തരുള്ളൂ. ഹാപ്പി ഓണം. ശരി. നമ്മുടെ ഓണസദ്യ റെഡി. നമ്മുടെ ഓണത്തിന് തൂശനില സ്പോൺസർഡ് ബൈ ചിഞ്ചു. പപ്പടം. ഓക്കെ, ഒരു മിനിറ്റ്. 1 2 3 4 2 അല്ല 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പായസം എടുത്തിട്ടില്ലേ ഗായ്സ്? പായസത്തിന്റെ കൂടെ കഴിക്കാനായി ഇവിടുത്തെ സ്പെഷ്യൽ അപ്പൂസിന് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൂര് ജീവനുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ സിബിച്ചന്റെ ഇന്നത്തെ സ്പെഷ്യൽ സിബി ബേക്കറി. അപ്പൊ ഇത് സിബിച്ചന്റെ കടയിലാണ്. വെജിറ്റബിൾസ് എല്ലാം മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ കറികളൊക്കെ പറയാം. കാളൻ, ഓലൻ, ബീട്രൂട്ട് പച്ചടി, അവിയൽ, ക്യാബേജ്, സാമ്പാർ, എന്റെ മമ്മി ഉണ്ടാക്കിയ ഇതെന്താ ഇഞ്ചമ്പുളി, അച്ചാറ് മമ്മി ഉണ്ടാക്കി തന്നെ, ചോറ്, വിച്ചുണ്ടാക്കിയ സാമ്പാറ് ഞാനല്ല പായസം. അല്ല സോറി ഗൈസ്, അതവിടെ കട്ട് ചെയ്താൽ മതി. സാമ്പാറ്, പായസം, വിച്ചുണ്ടാക്കിയ പായസം ഗൈസ്, നമ്മുടെ സൂപ്പർ. പിന്നെ പഴം പുഴുങ്ങിയത്, ചിഞ്ചു സ്പോൺസർ ചെയ്ത ഉണ്ണിയപ്പം, പൂവമ്പഴം, പിന്നെ ശർക്കര വരട്ടി, പിന്നെന്താ കായുപ്പേരി, പിന്നെ ശർക്കര വരട്ടി. ഇതിന്റെ പേരെന്താ? അത് കായ വറുത്തത്. എങ്ങടാ അയ്യോ 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 സ്പെഷ്യൽ ബോളി ഇവിടുത്തെ ഉണ്ണിയപ്പം ബോളി. പിന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയ ഒരു കാര്യം, നമ്മൾ ക്രിസ്മസിനാണ് പ്ലം കേക്ക് മേടിക്കാൻ നടക്കണേ. ഈ സിറ്റി ബേക്കറിയിൽ പോയപ്പോ ഓണത്തിന് എല്ലാവരും പ്ലം കേക്ക് മേടിക്കും. അപ്പൊ ഇത്ര ഐറ്റാണ് നമ്മുടെ സദ്യ. താടി പൊട്ടിലേക്ക് സദ്യ കഴിക്കാൻ നിങ്ങൾ വരാൻ റെഡിയാണോ? വന്നോളീ.
അടിച്ചിനി മമ്മു. അപ്പൊ ഗായ്സ് നമ്മുടെ ഇലയിലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അതിച്ചിന് സന്തോഷായിട്ട് നിക്കാണ്. അടിച്ചിനി മമ്പ്. ആ ഗുഡ് ബൈ. വയർ വിശന്നുണ്ട്. വയർ വിശന്നിട്ടാണ് നിക്കണേ ഞങ്ങള്. അടിച്ചിന് മാമു ചു. ഓണത്തിന് കഴിക്കണല്ലേ? അപ്പൊ പെടക്ക് നോക്കിയിരിക്കാണ്ട് കൂട്ടിട്ടടിക്ക്. ഞങ്ങളുടെ ഇവിടെ വിളമ്പണുള്ള പൊന്നു. യെസ്. അപ്പൊ മാന്തി മാന്തി അല്ലാത്തല്ലോ. ഓരോ രാജ്യങ്ങൾ പിടിച്ചെടുക്കണ പോലെ. ഗംഗിസ്ഖാൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു കൂർക്കം വെച്ചിട്ട് ഉറക്കണ്ടെന്ന്. പായസം പോലും അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണോ? പക്ഷെ ഇതിൽ ഏതൊരു കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തപ്പുണ്ട്. അത് ഇവിടെ തപ്പുണ്ടെന്ന് ഞാൻ അത് ഏതൊക്കെ അറിയുന്ന മനസ്സിലാവാണ്ട്. അതായിരിക്കും അത് അവൾക്ക് അറിയില്ലേ? ഞാൻ ഇപ്രാവശ്യം വെച്ചത് എല്ലാതും വെറൈറ്റി ആയിട്ട് വേറൊരു കൂട്ടി ചേർത്തട്ടാ. അതെന്റെ ട്രേഡ് സീക്രട്ട് ആണ്. കഴിഞ്ഞ പോലെ അതിന് മുന്നത്തെ പോലെ ഒന്നും വെച്ച പോലത്തെ ഒന്നല്ല. അതെന്തത്? അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ ഇലകളില് ഇപ്പൊ ഇതെന്താ പൂക്കളിട്ട് കളിക്കാൻ ചുറ്റും ചോറിന് ചുറ്റും ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോക്ക് സെറ്റാക്കി ഇട്ടത്. ഇത് ഇപ്പൊ കുമ്പിട്ട് എണീറ്റ് വീണേന്റെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ കാരണം പിന്നെ അത് കറക്റ്റ് ആയിട്ട് ഞാൻ വെച്ചു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ ഇവിടെ വെച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് വിളമ്പാന്ന്. അപ്പൊ പറഞ്ഞു ആദ്യം ചിലപ്പോ നാശാക്കുന്നത്. ചാടിക്കുട്ടാമ്പി ചിമ്പപ്പൻ ഉറങ്ങാണോ? ഇന്ന് ഓണാണ്. അതാണ്ട് ക്രിസ്തുമസ് അല്ല. ഇന്ന് മോറി കൂട്ടിട്ട് ചോറ് വരാണ്ട് ഇപ്പൊ ബാഗിലേക്ക് വരാണ്ട് കേട്. പോയി ചോറിണ്ടാ ആദി പോയി ചോറിണ്ട പോയിട്ട്. അവന് പറ്റില്ലെന്ന് ഇപ്പോ അതിനും വലുത്. നല്ല രസമുണ്ട്. ടീച്ചറെ ഇതിലിടാൻ അങ്ങേക്ക് വിളമ്പണല്ല അത് വേണം. വെറുതെ വയസ്സാകണം വെച്ചിട്ട് ഞാൻ കുറച്ച് വിളയാൻ മതി മതി മതി. ഞങ്ങളെല്ലാരും സത്യപ്പെടുക്കണം. അത് ചിമ്മുന്റെ കണ്ടിടന്നപ്പോ ചിമ്മുന്റെ മാമുന്റെ ചിമ്പ് പായസം അടിച്ചിട്ട് കളിക്കുക. ആദ്യം പായസം അടിച്ചു. ആദ്യം തന്നെ ആദ്യം 2 വായ കഴിച്ചു. അവന്റെ അവിടെ ഇരിക്കിട്ട് എനിക്ക് തരുന്നുണ്ടോ അച്ചിട്ട് ചേട്ടന്റെ വക ചേട്ടന്റെ നാപ്പുച്ച് പപ്പടം വായിൽ കിടക്കി. പപ്പടം കഴിച്ചിട്ട് മത്തി പിടിച്ച് എടുക്കുക. ചിമ്പ് നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചോ? ഞങ്ങൾ സദ്യ ഞങ്ങളെ ഓണ സദ്യ ഉണ്ടെന്ന് പറയുന്നത് വിഷ്വലി നിങ്ങൾക്ക് കാണുമ്പോ എങ്ങനെയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നല്ല രുചിയുണ്ട്.
പിന്നെ സ്പെഷ്യല് ബോളി 2 ദിവസമായിട്ട് ഞങ്ങൾ ഇത് മേടിക്കാൻ ഓർഡർ ചെയ്തിട്ട് ഇട്ടിട്ടായിരുന്നു ഇന്നത്തേക്ക്. അപ്പൂന് ജീവനാണ്. അപ്പൊ പ്രതീക്ഷയില്ലേ ബോളി മേടിക്കുന്നത്. അവിടെ ഈ സദ്യക്കുള്ള വീഡിയോ റീൽ എടുക്കാൻ വേണ്ടി വെച്ചപ്പോ കവർ കൊണ്ട് വെച്ചാ പിന്നെ ഇതെന്താ ബോളി ഉണ്ടല്ലേ നമ്മൾ നല്ല വട്ടപ്പം. നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ സ്ഥലങ്ങളില് ഓരോരോ ഞാൻ അടുത്തപോലെ ഏത് ദുനിയാവിലാണ്. ബാംഗ്ലൂര് മാത്രമാണ് അടുപ്പിച്ച് കൊണ്ടാവുന്നുണ്ടായിരുന്നു. എപ്പോഴും വിഷുവിന് മുന്നേ മാറും. ഈസ്റ്ററായിരിക്കും ആദ്യം ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞൊരു വിധമായി. ഓണസദ്യ കഴിച്ചു, കഴിച്ചു. അപ്പൂസ് ബോളിയും പായസം കണ്ടിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഐറ്റംസ് ആണ് പെരട്ടും. ഞാൻ ബോളി കഴിക്കാൻ പൊന്നു പൊന്നു ബോളിക്ക് ഞാൻ ബോളി കഴിക്കില്ല. ഞാൻ പൈസ ഇങ്ങനെ വായോണ്ട് കുടിക്കുന്ന ആള്. രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടം. രണ്ടാമത്തെ ഓണസദ്യ ഗൈസ് ബോളി കഴിക്കാതെ പൊന്നു വരെ ബോളി കഴിച്ചു തുടങ്ങി. ഞാൻ പായസം തന്നെ കുടിക്കാതെ ഇവിടെ ബോളി ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം പായസത്തിന്റെ ബോളി ഇപ്രാവശ്യത്തെ ബോളി സിബിച്ചം പൊളിച്ചു. അടിപൊളിയില്ല, സൂപ്പർ ടേസ്റ്റ്. വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു. അപ്പക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ കഴിയാറായി. ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. എനിക്ക് ഇഷ്ടമാവാറില്ല കഴിക്കാറ്. ഇത് കിഡില സാധനം എന്ന് പറഞ്ഞാൽ കിഡില സാധനം, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ വിച്ചുന്റെ പായസം അന്യായം. അതും കടയെന്ന് പറഞ്ഞാൽ ഓളിനെയാ. ശരിക്കും നമ്മള് കടയിൽ അതേ ടേസ്റ്റ്, അതേ കുറുകലും അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. നമ്മള് 2 ദിവസം മുന്നേ ബർത്ത്ഡേ ആയിരുന്നേ. അന്ന് കഴിച്ചിട്ട് വരെ എനിക്ക് കൊതിയായി വീണ്ടും. ചിമ്പുന് സദ്യ കഴിച്ചിട്ട് ചിമ്പു ഓണ സദ്യ കഴിക്കുന്നത് കണ്ടോ ചിമ്പുന്റെ അവിടെ. ചിഞ്ചു നമുക്കിതാ ഒരു പാത്രം നിറയെ അടപ്രഥമൻ അവരുടെ ഓണം സ്പെഷ്യല് പായസം തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യല് പാലട നമ്മൾ കൊടുത്തു. ചിഞ്ചുവിൻ്റെ അടപ്രഥമൻ. ഹലോ ഗൈസ്, അപ്പോൾ മലയാളി മങ്കിയായിട്ടുണ്ട് ഗൈസ്, മങ്കിയായിട്ടുണ്ട് ഞാൻ. അപ്പോൾ ദാ ബ്ലാക്ക് ആൻഡ് കേരള സ്റ്റൈലിലാണ് ഞാൻ എൻ്റെ കെട്ടിയനും. അപ്പോൾ രാവിലെ ഞങ്ങൾ ഷൂട്ടിന് ഇറങ്ങാന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ ദാ എൻ്റെ കമ്മലൊക്കെ കണ്ടു ഗൈസ്. മല കണ്ടു, എൻ്റെ പൂവ് കണ്ടു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബേബേ ചന്തവളയിലെ ബേബേ ഫാൻസി സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. പിന്നെന്താ പറയാ, അപ്പൊ അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഞങ്ങള് ഓർണമെന്റ്സ് ഒക്കെ ഓൺ ദ വേയിലാണ് എടുത്തത്. അതിന്റെ ടൈം കഴിഞ്ഞു. ഞങ്ങള് ഒരു ചെറിയൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താടാ വെളിച്ചം പോണതിന് മുന്നേ എത്തുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഹിന്ദി ലുക്ക് എന്ന് തോന്നുന്നു അല്ലേ? അല്ലടാ, എന്റെ നെറ്റിയില് സിന്ദൂരം കാണുമ്പോൾ ഓ മൈ ഗോഡ്, ഇതാരാ ലൈറ്റൊക്കെ ചെല്ലുമ്പോഴേക്കും പോവാ. വിളിച്ചു വരും. എന്നാലും ഞങ്ങള് മാക്സിമം നല്ല രീതിയിൽ എടുക്കാം. പിന്നെ കുറച്ച് വീഡിയോസും. അപ്പൊ എന്തായാലും ലൈറ്റ് കിട്ടും, ദൈവം ചതിക്കില്ല എന്ന് വിചാരിക്കണം. അപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും മേബലിലെ ഫാൻസി സ്റ്റോഴ്സ് എല്ലാവരും പോയി നോക്കുക. അവിടുത്തെ ചേച്ചിക്കും ചേട്ടനും വലിയൊരു താങ്ക്സ്. അവിടെ തന്നെയാണ് നമ്മൾ സ്പോട്ടിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേട്ടാ. പിന്നെന്താ പറയാ, അപ്പൊ ബാക്കി നമ്മുടെ ഈ ഓണം 3ാമത്തെ മേക്ക് ഓവർ അല്ലെ,
സ്കേർട്ടും ഫ്രോക്കും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ ഇത് 3ാമത്തെ മേക്ക് ഓവറിൽ നമ്മുടെ പിള്ളേഴ്സൊന്നും ഇല്ല, നമ്മൾ മാത്രമാണ്. പിന്നെന്താ പറയുക, അപ്പോൾ നല്ല കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. നേരമില്ലാത്ത നേരത്താണ് ഞാൻ അവിടെ ലോകത്തില്ലാത്ത ആൾക്കാർ മുഴുവൻ ഉണ്ടാവോ. അതൊന്നും കുഴപ്പമില്ല, പോർട്രേറ്റിൽ എടുത്താലൊക്കെ അവര് തിരക്കുണ്ടായിട്ടോ ഓണല്ല. അതവര് മാറിന്നോളൂ, അവരോട് പറഞ്ഞു അവിടെ ഉണ്ട്. നമ്മളെങ്ങനെയും സെറ്റ് ആക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യാ. അപ്പൊ ഞാൻ എന്റെ ലുക്ക് ഒന്ന് ഇച്ചുവിന്റെ ലുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഷർട്ടും മുണ്ടും കസവും മുണ്ടും ഷർട്ടും ആ ഒരു ലുക്ക് തന്നെയാണോ, വേറെ ഒന്നുമില്ല. കാര്യങ്ങളും. അപ്പൊ മുല്ലപ്പൂവൊക്കെ വെച്ച് അമ്മക്കെട്ടൊക്കെ കെട്ടി സെറ്റാക്കിയാണ് വെച്ചിരിക്കണേ. പിന്നെ മുഖത്തെ മേക്കപ്പ് ഒക്കെ ഞാൻ സാധാരണ ചെയ്യണ പോലെയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്, നോർമലി ഒക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫിൽറ്ററിലാണ് ആഞ്ഞ് കയറിയിരിക്കണത്. പിന്നെ എനിക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഈ ലുക്ക് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാട്ടാ. വെച്ച് വണ്ടി ഓടിക്കണ ആനാടാ, അധികം സംസാരിക്കാത്ത. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഞാൻ അടുത്ത പോലെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇരുന്നിച്ചിരിക്കും. എനിക്കൊരു മുല്ലപ്പൂ മേടിച്ച് കൈമ കെട്ടായിരുന്നില്ലടോ. ഓ ഒരു കണ്ടു ഞാൻ പാട്ടെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ആരെടുക്കാരുമില്ല, ഞങ്ങളാണ് എടുക്കണം. കാരണം അതിനെ കൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ സെറ്റാണ്. അപ്പൊ ഇങ്ങനെ കൊറേ പേര് ചെയ്യണ കണ്ടിട്ടുണ്ട് ഞാൻ. അല്ല വെച്ചു എനിക്ക് വളരെ വല്ലാണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇടും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഈ മേക്ക് ഓവർ, എങ്ങനെയുണ്ട്. ഗൂഗിളിലാണ്. പിന്നെ കൊറേ പേര് ട്രൗസർ ഫാമിലി, നിങ്ങൾ ഈ ട്രൗസറും ഷോർട്സും മാത്രമേ ഇടുള്ളൂ, മനുഷ്യന്മാരിടണമൊന്നും ഇടില്ല എന്നൊക്കെ കൂടെ കമന്റ് ഇടുന്നവരുണ്ട്. അതവര് നമ്മുടെ പണ്ടത്തെ ഇതുപോലത്തെ ഓണം, വിഷു അല്ലെങ്കിൽ ഉണ്ണിയുടെ നെയ്മിങ് സെറിമണി അതൊന്നും കാണാത്ത പോലെ പുതിയ ആളുകളൊക്കെ ആയിരിക്കാം വല്ല നമ്മുടെ കോമഡി ഷോർട്സും അല്ലെങ്കിൽ റീൽസ് ഒക്കെ കണ്ടുവരുന്നവരായിരിക്കും. അപ്പൊ ഞങ്ങള് നോർമലി ഇതൊന്നും ഇട്ടിട്ടിരിക്കാൻ, ചന്ദനമണിയുടെ ചേച്ചിയൊന്നല്ല ഇതേപോലെ മങ്കയായിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ചൂടെടുക്കുന്ന ആളുകളാണ്. നമ്മൾ പുറത്തായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങള് ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പൊ ആ പറയുന്നവർക്ക് ഒരു നല്ലൊരു കാഴ്ചയാവട്ടെ. അപ്പൊ നമ്മൾ ഓരോരോ ഇതിനനുസരിച്ച് ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കംഫർട്ടായി ഇതൊക്കെ നമ്മൾ ഇടുക. അപ്പൊ ഇത് തന്നെ ഞാൻ ഇടുമ്പോ എനിക്ക് ഇരിക്കാനും നിൽക്കാനും വളയാനും കാറിന്ന് ഇറങ്ങാനും ഒന്നും പറ്റാണ്ട അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. ഇനി ഞാൻ നടക്കണ കണ്ട ചിരിച്ചു മരിക്കും. മൊബൈല് വേണ്ടേ, എനിക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ അടിപ്പാവാടിയായിട്ട് നിൽക്കേണ്ടി വരും. എനിക്ക് സാരി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഭംഗിയാണ്, അത് എനിക്കും അറിയാം. പക്ഷെ ഒട്ടും കംഫർട്ടല്ല. എനിക്ക് അവിടെ കാണും ഇവിടെ കാണും, ഇറങ്ങുമ്പോ നടക്കുമ്പോ ചവിട്ടി വീഴുവോ, മൊത്തം ഭയങ്കര അൺകംഫർട്ടബിളാ. അപ്പൊ അതാണ്, അത് ഓരോരുത്തരുടെ ഇതാണ്. പിന്നെ എന്തൊക്കെ കഷ്ടപ്പാടല്ല ഒരു വ്ളോഗർക്ക്, ഒരു ഇൻഫ്ലുവൻസർക്ക്. കുടുംബത്ത് ചക്ക വറുത്തതും മാങ്ങയും തേങ്ങയും പഴവും പായസമൊക്കെ കുടിച്ചിരിക്കുന്ന ആൾക്കാർ. നേരം ഇത് എഡിറ്റ് ചെയ്യല്, അത് ഇത് അങ്ങനെ. ആരത് ജീവി ഞാൻ പറഞ്ഞു. കൊറേ കാലായിട്ട് സാഹചര്യം വരാത്തോണ്ട് ഈ ഇതൊക്കെ കാണുമ്പോ ഡാൻസ് ഒക്കെ ഓർമ്മ വരുന്നു എനിക്ക്. ഇതൊക്കെ ഡാൻസ് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങി. ഒടുക്കത്തെ കാറ്റ്, പൊന്നിന്റെ ഡ്രസ് അടക്കം എന്റെ മുണ്ടടക്കം പറന്നു പോകാനുള്ള കാറ്റുണ്ട്.
ഇനി അടുത്ത സ്റ്റൈലിലേക്ക് മാറ്റും. കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങളുടെ രണ്ടാളുടെ ഫോട്ടോ എടുക്കാൻ വേറെ ആരില്ലാത്ത കാരണം ഇവിടെ നിന്ന് 2 പയ്യന്മാര് പോകണ്ടത്. അപ്പൊ അവന്മാരുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞങ്ങളുടെ 2 ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പൊ അവന്മാര് വേഗം 2-3 ഫോട്ടോ എടുത്ത് തന്നു. പക്ഷെ കാറ്റുള്ള കാരണം നമുക്ക് അറിയണില്ല എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എടുത്താലേ കറക്റ്റ് ആവാന്നുള്ളത്. പൊന്നു പിന്നെയും മുടിയൊക്കെ പറന്നു പോയിട്ട് കുത്തലെന്നെ കുത്തല്. വരണ വഴിയും വണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ അവിടെ ഇവിടെയൊക്കെയാ. അവിടെ കിട്ടുന്ന വണ്ടി എന്തായാലും ഇവിടം വരെ എത്തില്ല, കാരണം റോഡിലിടണം. അങ്ങനെ നല്ല കാറ്റുണ്ട്. കാറ്റ് കുറച്ച് കുറവാണെങ്കിൽ സിമ്പിളായിട്ട് അടിപൊളി. ഫ്രണ്ടില് കണ്ടില്ലേ ഈ മുടിയിൽ വന്നെടുക്കുമ്പോ ഫോട്ടോ എടുക്കുമ്പോ ഇനിയിപ്പോ കാറ്റില്ലാത്ത വല്ല സ്ഥലങ്ങളിൽ പോയി നോക്കേണ്ടി വരും ഫോട്ടോ എടുക്കാനായിട്ട്. എന്നാലും എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് വീഡിയോ എടുക്കാന്ന് വെച്ചു. വീഡിയോയിൽ ഇപ്പൊ കാറ്റുണ്ടെങ്കിൽ കുഴപ്പമൊന്നും. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോട്ടോഷൂട്ട്. എല്ലാരും വെയിറ്റ് ചെയ്യാ. എന്റെ മുടിയൊക്കെ ഇവിടെ വെച്ച് അവസാനിക്കും. ഗൈസ്, അപ്പൊ അടുത്ത മേക്ക് ഓവറിലേക്ക് കടന്നിട്ടുണ്ട്. അതെ.